ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഉഷ രഘുനന്ദനൻ. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ലാസ്റ്റ് ഇയർ, അതായത് 2024 ക്രിസ്മസ് എക്സാമിന് ചോദിച്ച +1 മാത്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അതിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യും. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഫോർ 2 സെറ്റ്സ് എ ആൻഡ് ബി, A union B is equal to A if and only if dash. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, 2 സെറ്റ് എ ബി 2 സെറ്റ് ഉണ്ടെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എ ആണ്. എന്ന് വെച്ചാൽ എയും ബിയും നമ്മൾ യൂണിയൻ എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടണ ആൻസർ എ ആണ്. അപ്പൊ ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എ ആണ് ഇവിടെ വലിയ സെറ്റ് അല്ലെ. കാരണം എ എന്ന് പറയുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ 1, 2, 3 ആണെന്ന് വിചാരിക്കാം. ബി എന്ന് പറയുന്നത് 1, 2 ആണെന്ന് വിചാരിക്കാം. സോ എ യൂണിയൻ ബി എന്തായിരിക്കും? 1, 2, 3 അല്ലെ. രണ്ടിലുമുള്ള സെറ്റ് ആണ് എഴുതുക, നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് ഒഴിവാക്കിയിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ യൂണിയൻ എഴുതാറ്. സോ ദിസ് ഇസ് എ. അപ്പൊ ഇതിൽ വലിയ സെറ്റ് ഏതായിരിക്കും? എ ആണ്. അപ്പോ നമുക്ക് ഓപ്ഷൻസ് നോക്കി നോക്കാം. എ എന്തായാലും നൾ സെറ്റ് ആവില്ല. നെക്സ്റ്റ്, എയും ബിയും ഈക്വൽ അല്ല എന്ന് നമുക്ക് അവിടെ പറയാൻ പറ്റില്ല. എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി വരില്ല. എന്താ കാരണം? എ ആണ് വലുത്. എന്റെ എല്ലാ എലമെന്റ്സും ബിയിലുണ്ടോ? ഇല്ല. കാരണം ഇവിടെ എ ആണ് എന്ത്? വലിയ സെറ്റ്. സോ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. കാരണം ബിയിലെ എല്ലാ എലമെന്റ്സും എന്തിലുണ്ട്? എയിലുണ്ട്. സോ ബി ഈസ് ദ സബ്സെറ്റ് ഓഫ് എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഓൾ സബ്സെറ്റ്സ് ഓഫ് -1, 1. 2 എലമെന്റ്സ് ഉണ്ട്. 2 എലമെന്റ്സിന്റെ എല്ലാ സബ്സെറ്റ്സും എഴുതണം. അപ്പൊ സബ്സെറ്റ്സ് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ആദ്യം നൾ സെറ്റ് എഴുതും അല്ലെ. നൾ സെറ്റ് എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ് നമുക്കറിയാം. പിന്നെ ഏതാണ്? -1 ഉണ്ട്, പിന്നെ 1 ഉണ്ട്. എല്ലാം നമ്മൾ എടുത്ത് എഴുതുമ്പോൾ പിന്നെ ആ ഒരു സെറ്റ് ഇറ്റ് സെൽഫ് ഉണ്ട്. ടോട്ടൽ നമുക്ക് എത്ര സബ്സെറ്റ്സ് കിട്ടി? 4 സബ്സെറ്റ്സ് കിട്ടി. ഓക്കെ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സെറ്റ് ബിൽഡർ ഫോം ഓഫ് 3, 6, 9, 12, 15. അപ്പോ ഈ ഒരു സെറ്റിനെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് ആക്കണം. അപ്പൊ നമ്മൾ 2 ഫോമാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്നത്. ഒന്ന് റോസ്റ്റർ ഫോമും ഒന്ന് എന്താണ്? സെറ്റ് ബിൽഡർ ഫോമും. അപ്പൊ ഈ തന്നിരിക്കുന്ന ഫോം എന്ന് പറയുന്നത് റോസ്റ്റർ ഫോം ആണ് അല്ലെ. കോമട്ട് നമ്പർ ആയിട്ട് എഴുതുന്ന ഫോമിനെയാണ് നമ്മൾ റോസ്റ്റർ ഫോം എന്ന് പറയാം. അപ്പോ ഇവിടെ റോസ്റ്റർ ഫോമിലേക്ക് തന്നിട്ട് നമ്മളോട് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നത്. സോ സെറ്റ് ബിൽഡർ ഫോമിലാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതാം? ഒരു സെറ്റിന്റെ പേരൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. എ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഇപ്പോൾ നമുക്കറിയാം 3, 6, 9, 12, 15 ഇത് 3ന്റെ മൾട്ടിപ്പിൾസ് ആണ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ. സോ ഇതിനെ എഴുതുന്ന ഒരു ഫോം ഉണ്ട്, എക്സ് സച്ച് ദാറ്റ്. നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 എന്നൊക്കെ എഴുതാം. അപ്പൊ ഞാനത് അവിടെ എഴുതുന്നില്ല. ഷോർട്ട് ആയിട്ട് എഴുതുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 3 എന്ന് എഴുതാം. എന്താണ്? 3ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ. എന്നിന്റെ വാല്യൂ നമ്മൾ മാറ്റി മാറ്റി കൊടുക്കുമ്പോൾ ഈ നമ്പേഴ്സ് കിട്ടും. 3 × 1 is 3, 3 × 2 6 അങ്ങനെ കിട്ടും. ബട്ട് ഇവിടെ കണ്ടീഷൻ ഉണ്ട്. എക്സ് ഈക്വൽ 3 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇവിടെ 15 വരെ ഉള്ളൂ. സോ എന്നിന് നമുക്ക് എങ്ങനെ കൊടുക്കാം വാല്യൂ? വേർ n ഈസ് ലെസ് ദൻ ഈക്വൽ ടു 3 × 5 ആണ് 15 അല്ലെ. അപ്പൊ 5 വരെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോ n ഈസ് ലെസ് ദൻ ഈക്വൽ ടു 5 എന്ന് എഴുതാം. പിന്നെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, n എന്താണ്? നാച്ചുറൽ n ബിലോങ്സ് ടു ക്യാപിറ്റൽ N. n ഈസ് ലെസ് ദൻ ഈക്വൽ ടു 5. ബിക്കോസ് ഇവിടെ n ഈസ് നാച്ചുറൽ നമ്പർ മാത്രമേ എടുക്കുന്നുള്ളൂ. സോ അതുകൊണ്ടാണ് n ബിലോങ്സ് ടു ക്യാപിറ്റൽ N എഴുതിയത്. അപ്പൊ ഇതാണ് നമ്മളുടെ എന്ത്? സെറ്റ് ബിൽഡർ ഫോം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഗ്രാഫ് ഓഫ് f of x ഈക്വൽ ടു മോഡ് ഓഫ് x പ്ലസ് 1 മൈനസ് 1. മോഡ് എക്സ് നമ്മൾ പഠിച്ചിട്ട് അല്ലെ. മോഡ് വരുമ്പോ എപ്പോഴും നമ്മൾ ഓർത്ത് വെക്കണം, വി ഷേപ്പിലായിരിക്കും എന്ത്? നമ്മുടെ ഗ്രാഫ് വരിക. ഓക്കെ. അപ്പോ ഏതൊരു ഗ്രാഫ് ആണെങ്കിലും ഏറ്റവും നല്ലത് പോയിന്റ്സ് എടുത്തിട്ട് നമ്മൾ അതിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ വൃത്തിയിൽ കിട്ടും. അപ്പോ പോയിന്റ്സ് എടുക്കാൻ അത്ര വലിയ പണിയൊന്നും ഇല്ല, കുറച്ച് പോയിന്റ്സ് ഒക്കെ എടുത്താൽ മതി. അപ്പോ ഇതാണ് നമ്മളുടെ ഫംഗ്ഷൻ y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 മൈനസ് 1. ഇതിന്റെ ഗ്രാഫാണ് നമുക്ക് വരച്ചെടുക്കുന്നത്. കാരണം ഇതിന്റെ ഗ്രാഫ് വരച്ചാലാണ് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് റൈറ്റ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് f of x. ഈ ഫംഗ്ഷന്റെ ഡൊമൈനും റേഞ്ചും എഴുതണമെങ്കിൽ നമുക്ക് ആ ഗ്രാഫ് കിട്ടണം അല്ലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇതിനെ പോയിന്റ്സ് ആക്കി മാറ്റും. എന്ന് വെച്ചാൽ പോയിന്റ്സ് എടുക്കും ഈ ഒരു ഗ്രാഫിൽ തന്നെ. ആദ്യം നമുക്ക് എന്ത് കൊടുക്കാം?
മോഡാണ്, ഇത് മോഡാണ്. അപ്പോൾ 0 കൊടുക്കുകയാണെങ്കിൽ 0 + 1 - 1 എന്ത് കിട്ടും? 0 കൊടുത്താൽ 0 തന്നെ കിട്ടും അല്ലേ? 1 - 1 0 കിട്ടും. ഇനി ഇവിടെ 1 എടുത്താലോ? 1 + 1 2, 2 - 1 1 തന്നെ കിട്ടും. ഇനി 2 എടുത്താലോ? 2 + 1 3, 3 - 1 2 കിട്ടും. ഓക്കെ, ഇനി എത്ര വേണമെങ്കിൽ നമുക്ക് പോയിന്റ്സ് എടുക്കാട്ടോ. ഇനി 3 എടുത്താലോ? 3 + 1 4, 4 - 1 3 കിട്ടും. അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നെഗറ്റീവ് ഒന്ന് എടുത്ത് നോക്കാം. ഇനി ഇവിടെ -1, കാരണം നമുക്ക് വി ഷേപ്പ് വേണ്ടേ, അപ്പൊ നെഗറ്റീവ് വേണമല്ലോ എക്സ്. അപ്പൊ -1 എടുത്താൽ ഇവിടെ എന്താ ഉണ്ടാവുക? -1 + 1 0, 0 - 1 എന്താണ്? -1 തന്നെ കിട്ടും. ഇനി -2 എടുത്തു. -2 എടുത്താലോ? ഇവിടെ നമുക്ക് -2 + 1 - 1 എന്ന് പറഞ്ഞാല് -1 - 1. പക്ഷെ മോഡ് ആയതിനാൽ നമ്മൾ പുറത്തേക്ക് ഇതിനെ എടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ ബി 1, 1 - 1 എന്തായി? 0 ആയി. ഇപ്പൊ -2 എടുത്താൽ നമുക്ക് 0 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് -3 എടുത്ത് നോക്കാം. -3 എടുത്താൽ എന്ത് കിട്ടും? -3 + 1 എന്ന് പറഞ്ഞാൽ -2. -2 മോഡിന്റെ ഔട്ട്സൈഡ് വന്നാൽ +2. +2 - 1 എന്ന് പറഞ്ഞാൽ 1 കിട്ടും. അപ്പൊ ഈ പോയിന്റ്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ സാധാരണ വരയ്ക്കണ പോലെ എക്സ് ആക്സിസും വൈ ആക്സിസും ഒന്ന് വരച്ചെടുക്കുക. 0 1 2 നമ്മൾ 10th സ്റ്റാൻഡേർഡിലൊക്കെ വരച്ചിരുന്നില്ലേ ഗ്രാഫ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ അതേ രീതിയിൽ വരയ്ക്കുക. സ്കെയിലൊക്കെ എടുത്ത് വരച്ചു കഴിഞ്ഞാൽ വൃത്തിയിൽ കിട്ടും. -3 -1 -2 -3 ഇങ്ങനെ എടുക്കാം. ഇനി നമുക്ക് ഇതിനൊന്ന് പ്ലോട്ട് ചെയ്യാം. 0 0 അല്ലെ? ഒറിജിൻ 0 0 ആണ്, നമുക്ക് ഇവിടെ കിട്ടും. ഇനി 1 1 എക്സ് വൈയും 1 ആണ്, ഇവിടെ കിട്ടി. 2 2 ആണ്, ഇവിടെ കിട്ടി. -1 -1 ആണ്, ഇവിടെയാണ് പോയിന്റ് വരിക. പിന്നെ -2 0, എക്സ് -2 വൈ 0 ഇവിടെ വരും. എക്സ് -3 വൈ 1 ഇവിടെ വരും. ഓക്കെ, അപ്പോ ഈ എല്ലാ പോയിന്റ്സും ജോയിൻ ചെയ്താൽ നമുക്കൊരു നോക്കി നോക്കൂ, ഒരു വി ഷേപ്പ് കിട്ടുന്നുണ്ട്. ഈ സ്കെയിലൊക്കെ എടുത്ത് ഗ്രാഫ് പേപ്പറിൽ വരച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു ഷേപ്പിലാണ് നമ്മളുടെ ഗ്രാഫ് കിടക്കുന്നത്. അപ്പൊ മോഡ് x + 1 - 1ന്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതണം? റൈറ്റ് ദ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് f of x. ഡൊമെയിൻ എന്തായാലും r ആണ് അല്ലെ? ഡൊമെയിൻ ഈസ് ഈക്വൽ ടു റിയൽ നമ്പർ. ഏത് നമ്പർ വേണമെങ്കിൽ നമുക്ക് ഇതിൽ പിക്ക് ചെയ്യാം, ഏത് നമ്പർ വേണമെങ്കിൽ എടുക്കാം. സോ ഡൊമെയിൻ വിൽ ബി r. റേഞ്ച് ഏതാണ്? ഇതില് റേഞ്ച് ആണ് നമുക്ക് എവിടെ കിട്ടുന്നത് നോക്കി നോക്കൂ. റേഞ്ച് ഇവിടെ -1 ആണ്, കണ്ടോ? -1 അതിന്ന് താഴോട്ട് അവിടെ പോണില്ല അല്ലെ? പക്ഷെ മുകളിൽ എന്താണ്? ഇൻഫൈനൈറ്റ് നമ്പേഴ്സ് ആയിട്ട് പോകുന്നുണ്ട്. സോ എന്താണ് നമ്മളെ റേഞ്ച്? -1 to ∞. റേഞ്ച് എന്തായിരിക്കും? -1 to ∞. അതെന്താ -1 to ∞ വരാൻ കാരണം? ബിക്കോസ് ഇവിടെ മുകളിലേക്ക് നോക്കി നോക്കൂ, പിന്നെ ഇഷ്ടം പോലെ നമുക്ക് ഇവിടെ നമ്പേഴ്സ് എടുക്കാൻ പറ്റുന്നുണ്ട് അല്ലെ? സോ റേഞ്ച് നമുക്ക് എങ്ങനെ എഴുതാം? ക്ലോസ്ഡ് ഇന്റർവെൽ -1 to ∞. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അപ്പുറം ഇല്ല. സോ അവിടെ നമ്മൾ ക്ലോസ് ചെയ്തു, ആ ഇന്റർവെൽ അവിടെ ക്ലോസ് ചെയ്തു. -1 to ∞, ഇൻഫൈനൈറ്റ് വരെ നമുക്ക് നമ്പേഴ്സ് അവിടെ എടുക്കാൻ പോസിബിൾ ആണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫുള്ള് സോൾവ് ചെയ്യും. പക്ഷെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഇതിലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ചോദിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ.